ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അമീൻ സർ. തീർച്ചയായിട്ടും മക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സ്വാഭാവികമായിട്ട് ഞാനിവിടെ വെച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്നാണ് വെച്ചിരിക്കുന്നത്. മക്കൾക്കറിയാം, ഈ ചാപ്റ്ററിൽ ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ട്. സർ, ഇതിൽ കുറെ കമ്മീഷൻസ് ഉണ്ട്, എന്തൊക്കെയാണ് ഇതിൽ പഠിക്കണം എന്നുണ്ടാവും. മക്കൾ ഇതിൽ പഠിക്കേണ്ടത് എന്താ ചോദിച്ചാൽ ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കുന്നത്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളത് ഈ 6 കമ്മീഷൻസ് ആണ്. ആ 6 കമ്മീഷൻസ് വെറും 2 മിനിറ്റിലൂടെ ഞാൻ പഠിപ്പിച്ചു തരാൻ വേണ്ടി പോവാണ്, നിങ്ങൾ സെറ്റപ്പ് ആക്കി തരാൻ വേണ്ടി പോവാണ്. എന്റെ മക്കൾ മറക്കണ്ട, നോക്കിക്കോ, 6 കമ്മീഷൻസും ആ കമ്മീഷൻസ് മൊത്തം ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി പോവാ. റെഡി ആണെങ്കിൽ എന്റെ മക്കൾക്ക് ഇതിന് ട്രിക്ക് വേണമെങ്കിൽ, മറ്റേ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണില്ലേ, നിങ്ങൾക്ക് ഇതിന് പഠിക്കാനുള്ള ട്രിക്ക് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു പച്ചക്കൽ വിടുക, അങ്ങനെയാണെങ്കിൽ പറഞ്ഞുതരാം. നോക്കട്ടോ, 6 കമ്മീഷൻസ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കമ്മീഷൻസ് ഒക്കെ നിങ്ങൾ ഡൗട്ട് ഉണ്ടാവും. പ്രധാനമായിട്ടും പഠിക്കുന്ന കമ്മീഷൻസിനൊക്കെ ഞാൻ എന്ത് ചെയ്തു, ഈ രീതിയിലേക്ക് എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്തു. ഇത് പഠിച്ചു വെക്കാം. അപ്പൊ നിങ്ങൾക്ക് സാറേ, അപ്പൊ ചുമതലകളില്ലേ, ചുമതലകൾ പ്രധാനമായിട്ടും ഇലക്ഷൻ കമ്മീഷന്റെയും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെയും നാഷണൽ കമ്മീഷൻ ഫോർ വുമൻസിന് ഇതിന്റെ ചുമതലകളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പഠിക്കേണ്ടത്. അതിൽ ഏതെങ്കിലും ഒന്നാ ചോദിക്കാം, അത് ഏതാന്നല്ലേ. ഇന്ന് രാത്രി 7 മണിക്ക് ലൈവ് ഉണ്ട്, അവിടെ ഞാൻ പറഞ്ഞുതരാം. അതിൽ ട്രിക്ക് അടക്കമായിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ, സെറ്റ് ആക്കും. നമുക്ക് ഓരോ ഇലക്ഷൻ കമ്മീഷൻ നോക്കാം, ഓരോ കമ്മീഷൻ നോക്കാം. ഇതാണ് ആദ്യത്തെ കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയും, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയും. ഇത് എന്നാ രൂപീകരിച്ചു നോക്കി, ജനുവരി 2025 1950 എത്ര ആൾക്കാർ, എത്ര വർഷമാണ് ടേം ഓഫ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കാലാവധി എന്ന് പറയും കേട്ടോ, കാലാവധി എന്ന് പറയും. 6 വർഷമാണ് കാലാവധി. അപ് ടു 65 വയസ്സ് വരെ വരാൻ പറ്റും. മെമ്പേഴ്സ് ആരൊക്കെ, ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടാവും, 2 കമ്മീഷണേഴ്സ് ഉണ്ടാവും. അപ്പോയിന്റ്മെന്റ് ചെയ്യൽ പ്രസിഡന്റ് ആണ്, ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. എല്ലാത്തിനും ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. എല്ലാവരും അപ്പോയിന്റ്മെന്റ് ചെയ്യൽ പ്രസിഡന്റ് തന്നെയാണ്. ഒരാൾ ഒഴികെയുള്ളത് ആരെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നാഷണൽ കമ്മീഷൻ വുമൻസിനെ മാത്രമല്ല കേട്ടോ. ഇനി എല്ലാത്തും നോക്കി, എ ചെയർപേഴ്സൺ, എ വൈസ് ചെയർപേഴ്സൺ ആൻഡ് 5 മെമ്പേഴ്സ്. ഇതിൽ 3 മെമ്പേഴ്സ്, ഇതിലും 3 മെമ്പേഴ്സ്. അതേപോലെ ഇവിടെ കേട്ടോ, എ ചെയർപേഴ്സൺ, 5 മെമ്പേഴ്സ്, മെമ്പേഴ്സ് സെക്രട്ടറി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്ത് നോക്കി. സോ ഇത് മൊത്തം കണക്ട് ചെയ്ത്, ഇത് മൊത്തം ഏകദേശം ഒരേ ഓർഡറിലാണ് വരുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, ഇതുവരെ ഒരു ഓർഡറിലാണ് വരുന്നത്. ആകെ ഡേറ്റ് മാത്രം ഡിഫറൻസ് ഉള്ള ആ രീതിയിൽ പഠിച്ചു നോക്കി, സെറ്റ് ആയിട്ട് മാറും. സോ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു, അപ്പോയിന്റ്മെന്റ് പ്രസിഡന്റാ ചെയ്യുന്നത്. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കമ്മീഷനാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. ഹ്യൂമൻ കമ്മീഷൻ എന്നാണ് 1993 ഒക്ടോബർ 12 സ്റ്റാർട്ട് ചെയ്തത്. 3 വർഷമാണ് കാലാവധി. അപ് ടു 70 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും. 6 മെമ്പേഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യുക, ചെയർപേഴ്സൺ ആയിട്ടുണ്ടാവുക. അപ്പോയിന്റ്മെന്റ് ചെയ്യലൊക്കെയാണ്, ഇവരൊക്കെ അപ്പോയിന്റ്മെന്റ് പ്രസിഡന്റ് തന്നെയാണ്. ഇവരെയും ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ തന്നെയാണ്, ന്യൂഡൽഹിയിലാണ്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യുക, ഇപ്പൊ നോക്കിയോളി, ഒരു ക്വസ്റ്റ്യൻ വരാം, എന്താണ് ദേശീയ വനിതാ കമ്മീഷൻ. നിങ്ങൾ ഇതാ, ദേശീയ വനിതാ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരണഘടനയിലെ ജനാധിപത്യം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി തുടങ്ങിയ സ്ഥാപനമാണ് ദേശീയ വനിതാ കമ്മീഷൻ. ദേശീയ വനിതാ കമ്മീഷനിൽ ഒരുപാട് കമ്മീഷൻസ് എന്ന് പറഞ്ഞാൽ ഈ പേരുകളൊക്കെ എഴുതി വെക്കാം. അങ്ങനെ ഇതിന്റെ ഒരു മോഡലില്ലേ, അതും ഇന്ന് 7 മണിക്ക് പറഞ്ഞു കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇത് ആരംഭിച്ചത് 1992 ജനുവരി 31 3 വർഷമാണ് അതിലുള്ള കാലാവധി. ഒരു ചെയർപേഴ്സണും 5 മെമ്പേഴ്സ് ഓഫ് സെക്രട്ടറിയും ഉൾപ്പെടുന്നതാണ്. ഇവരെ അപ്രൂവൽ ചെയ്യൽ അല്ലെങ്കിൽ ഇവരെ നിയമിക്കല്, അപ്പോയിന്റഡ് എന്ന് പറഞ്ഞാൽ നിയമിക്കാൻ കേട്ടോ. നിയമിക്കുന്നത് ആരെ ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ഇവരുടെ ആസ്ഥാനം എവിടെ തന്നെയാണ്, ന്യൂഡൽഹിയിലാണ്. ആ രീതിയിൽ എഴുതണം. ആ എഴുതേണ്ട ഒരു രീതിയും കൂടി ഞാൻ പറഞ്ഞുതരും, അതും 7 മണിക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇതും എന്ത് ചെയ്യുക, എന്റെ മക്കൾ പഠിച്ചു വെക്കുക, സെറ്റ് ആക്കിയിട്ട് മാറ്റുക. നാഷണൽ കമ്മീഷൻ മൈനോറിറ്റീസ് 1917 വന്നത്. 3 വർഷമാണ് കാലാവധി. ചെയർപേഴ്സൺ 5 മെമ്പേഴ്സ്, പ്രസിഡന്റ് ആണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുക, ന്യൂഡൽഹി ഹെഡ് ക്വാർട്ടേഴ്സ്. നാഷണൽ കമ്മീഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ഉണ്ട്, 2004 വന്നത്. 3 വർഷമാണ് അവരും കാലാവധി. ചെയർപേഴ്സൺ, 5 മെമ്പേഴ്സ്, 3 മെമ്പേഴ്സ്. ചെയർപേഴ്സൺ കേട്ടോ, ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, 3 മെമ്പേഴ്സ്. എല്ലാത്തിലും അത് തന്നെ വരുന്നത് കേട്ടോ. പ്രസിഡന്റ് ആണ് ഇവർ ഇന്ത്യയിൽ നിയമിക്കാറുള്ളത്, ന്യൂഡൽഹിയിൽ തന്നെയാണ്. അടുത്താണ് നാഷണൽ കമ്മീഷൻ ബാക്ക്വേർഡ് ക്ലാസസ്. 1993 ഓഗസ്റ്റ് 14 3 ഇയേഴ്സ് തന്നെയാണ്. അവിടെ എന്താണ്, ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, അതേപോലെ 3 മെമ്പേഴ്സ് തന്നെ. പ്രസിഡന്റ് ആണ് അപ്പോയിന്റ്മെന്റിൽ, അതേപോലെ ന്യൂഡൽഹിയിലാണ്. 4 മാർക്കിനായി കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു കമ്മീഷൻ ചോദിക്കാം. എന്റെ മകൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക, എഴുതാൻ പറ്റും. സോ ആ എഴുതിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ ഇന്ന് 7 മണിക്ക് ഞാൻ ലൈവിൽ പറഞ്ഞതാണ്. വെറും 4 മിനിറ്റ് കൊണ്ട് ഒരു ചാപ്റ്ററിലെ ഏറ്റവും 6 പ്രധാന കമ്മീഷൻസ് പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് അടിപൊളിയാക്കാം, സെറ്റപ്പ് ആക്കാം. സോ 7 മണിക്ക് എന്റെ മക്കൾ അവിടെ പ്രതീക്ഷിക്കുന്നു. നമുക്ക് അവിടെ വെച്ച് കാണാം, അടിപൊളിയാക്കാം. സോ 7 മണിക്ക് നമ്മൾ ലൈവിലുണ്ടാവും. ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും അയച്ചു കൊടുക്കുക, സെറ്റപ്പ് ആക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക, ഉഷാറാക്കുക. കാരണം ഒരുപാട് ആൾക്കാർ കമ്മീഷൻ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാക്കി മാറ്റാം.